ഹേ സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സർവ്വമായ പറ്റിയാണ്. സിനിമ അങ്ങനെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫീൽ ഗുഡ് ടൈപ്പ് സിനിമയാണ്. അപ്പോൾ എന്തായാലും സിനിമ വിജയിക്കട്ടെ. അപ്പോൾ ഈ മാസം ഡിസംബർ 25 സിനിമ റിലീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആരൊക്കെ സിനിമ കാണാനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ മാസം ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരാൻ പോകുന്ന ചിത്രമാണല്ലോ ബബ്ബ സിനിമ. ഈ തിങ്കളാഴ്ച സെൻസർ ചെയ്യപ്പെടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡ്യൂറേഷൻ എന്നൊക്കെ നമുക്ക് അപ്പം അറിയാം. ബുക്കിംഗ് എന്തായാലും ഈ അടുത്ത് തന്നെ തുടങ്ങും. മേ ബി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യുക. സിനിമയെ പറ്റി ചെറിയ റൂമർ കേൾക്കുന്നുണ്ട്. നമ്മുടെ ടൊവിനോയും ബേസിൽ ജോസഫും സിനിമയിൽ ഉണ്ടെന്ന് ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ വിക്കിപീഡിയയിൽ അങ്ങനെ കിടക്കുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ല, ചാൻസ് വളരെ കുറവാണ്. എന്തായാലും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. കളങ്കാവൽ എന്ന സിനിമ അങ്ങനെ 70 കോടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി 100 കോടി അടിക്കുമെന്നാണ് എല്ലാവരും ചോദ്യം. നമ്മുടെ ഈ അടുത്ത ആഴ്ച ബബ്ബ റിലീസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ടിലാണ് മേ ബി 100 കോടി അടിക്കുമെന്ന്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ മാൻ വേഴ്സസ് ബേബി എന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നതാണ്. അപ്പോൾ കാണാത്തവരാണ് എന്തായാലും എല്ലാവരും പോയി കാണാം. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റാണ് നമ്മുടെ അവതാർ 3 പറ്റിയാണ്. ഫയർ ആൻഡ് ആഷ് സിനിമ ഈ മാസം ഡിസംബർ 19 നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്. ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 3 മണിക്കൂർ 17 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഇതുവരെ ഇറങ്ങിയ എല്ലാം, അതായത് കഴിഞ്ഞ 2 അവതാറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഡ്യൂറേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവതാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.